Asylum Learning മക്കളെ നമ്മുടെ ഓണം എക്സാമിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇത് മാത്രമല്ല, കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മിസ്സേ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് കേട്ടോ. നമ്മുടെ സാന്ദ്രത ഉണ്ടല്ലോ, ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈ ക്വസ്റ്റ്യൻ. ഒരു ബീക്കറിൽ കുറേ ലിക്വിഡ്സ് എടുത്തിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? ഹണി, തേന്, പാല്, വെള്ളം, ഓയില്, അങ്ങനെ കുറേ ലിക്വിഡ്സ് എടുത്തിട്ടുണ്ട്. ഇവർ കൂടി കലരാത്ത എന്താ കാരണം? ഇവരുടെ ഡെൻസിറ്റിയുള്ള മാറ്റം കൊണ്ടാണ് ഇവരെങ്ങനെ കൂടി കലരാതെ സെപ്പറേറ്റ് ആയിട്ട് തട്ടുകളായി നിൽക്കുന്നത് അല്ലെ. ഡെൻസിറ്റിയിലുള്ള മാറ്റം കൊണ്ടാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കോ. എമംഗ് ദീസ് വിച്ച് ലിക്വിഡ് ഹാസ് ഹയസ്റ്റ് ഡെൻസിറ്റി? ഇതില് ഡെൻസിറ്റി സാന്ദ്രത കൂടിയ ദ്രാവകം ഏതാണ്? അതുപോലെ തന്നെ ചോദിച്ചിരിക്കുകയാണ്, വിച്ച് ലിക്വിഡ് ഹാസ് ലോവസ്റ്റ് ഡെൻസിറ്റി? സാന്ദ്രത കുറഞ്ഞ ദ്രാവകം ഇതിലേതാണ്? എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയോ, സാന്ദ്രതയിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഇങ്ങനെ തട്ടുകളായിട്ട് നിന്നത്, അത് നമുക്കറിയാം. പക്ഷെ ആർക്കാണ് കൂടുതൽ ആർക്കാണ് കുറവെന്ന് ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം അല്ലെ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഏറ്റവും താഴെയുള്ള ആള് എന്ന് പറഞ്ഞാല് ഡെൻസിറ്റി വളരെ കൂടിയ ആളായിരിക്കും. അതായത് ഡെൻസിറ്റി വളരെ കൂടിയ ആളാണ് ഏറ്റവും താഴെ ഉണ്ടാവുക. മുകളിലേക്ക് പോകുന്തോറും ഡെൻസിറ്റി കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ ഹണി ഇവിടെ താഴെയാണ്, അതുകൊണ്ട് തന്നെ ഹണിക്ക് ഭയങ്കര ഡെൻസിറ്റി ആയിരിക്കും അല്ലെ. മുകളിലോട്ട് പോകുന്നതോറും ഡെൻസിറ്റി കുറഞ്ഞു വരും. സോ ദ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഇവയിൽ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള ദ്രാവകം ചോദിച്ചാൽ നോ ഡൗട്ട് ഏറ്റവും താഴെയുള്ള അല്ലെ ഡെൻസിറ്റി കൂടുതൽ ഹണിക്കാണ് അല്ലെ, ഹണിക്ക്. ഇനിയോ, വിച്ച് ലിക്വിഡ് ഹാസ് ലോവസ്റ്റ് ഡെൻസിറ്റി? സാന്ദ്രത കുറവാർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള ആ പൊങ്ങി കിടക്കുന്ന ആൾക്കാണ് ഡെൻസിറ്റി വളരെ കുറവ്. ദാറ്റ് ഈസ് ഓയിൽ ആണ് അല്ലെ. ഡെൻസിറ്റി കുറവ് എന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. അതാർക്കാണ്? ഓയിലിനാണ്. സോ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. അതിന് നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ്. പരസ്പരം ലയിക്കാത്ത ABC എന്നീ 3 ദ്രാവകങ്ങൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിരിക്കുന്നു. ഈ ദ്രാവകങ്ങളെ അവരുടെ ഡെൻസിറ്റി കൂടി വരുന്ന ഓർഡറിൽ എഴുതാൻ, സാന്ദ്രത കൂടി വരുന്ന ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ചിത്രം കണ്ട ആൾക്കാർക്ക് ഒന്നും ഈ ക്വസ്റ്റ്യൻ തെറ്റൂല അല്ലെ. കാരണം ഏറ്റവും താഴെയുള്ള ആൾക്ക് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി, മുകളിലേക്ക് പോകുന്നതോട് ഡെൻസിറ്റി കുറവ് വരും അല്ലെ, അങ്ങനെ വരും അല്ലെ. സോ ഏറ്റവും കൂടുതലേക്കാണ് അല്ലെ, ഏറ്റവും കൂടുതലേക്കാണ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ എന്താണ് എഴുതേണ്ടത്? സാന്ദ്രത കൂടി വരുന്ന ക്രമത്തിൽ ഏറ്റവും കൂടുതലാവുമ്പോ ഇങ്ങനെ എഴുതണം അല്ലെ, CBA അല്ലെ. കുറവിൽ നിന്നും കൂടുതലേക്ക് വേണം നമ്മൾ എഴുതി കൊടുക്കാൻ. സോ ദ ആൻസർ ഈസ് CBA എന്ന് നിങ്ങൾ എഴുതി കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. വൈ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ദ ഫയർ ഡ്യൂ ടു പെട്രോൾ, ഡീസൽ etc cannot be extinguished by adding water അല്ലെ. പെട്രോള്, ഡീസല് എന്നിവയ്ക്ക് തീ പിടിച്ചാൽ വെള്ളം ഉപയോഗിച്ചിട്ട് അണക്കാൻ ശ്രമിക്കരുത് എന്ന് പറയാറുണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിക്കുന്നത്. ഒരു പെട്രോളും തീ അല്ലെ, ആകെപ്പാട് തീപിടുത്തുണ്ടായാല് പോയിട്ട് വെള്ളം പാരരുത് എന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ് അല്ലെ? എന്തിനാണ് പെട്രോളും ഡീസലിനൊക്കെ അല്ലെ തീ പിടിച്ചാല് പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്രോളും ഡീസലൊക്കെയാണ് കേട്ടോ വെള്ളം ഉപയോഗിച്ചിട്ട് അണക്കാൻ ശ്രമിക്കരുത് എന്ന് പറയുന്ന റീസൺ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. എന്താണ്? ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബീക്കറിലെ പെട്രോൾ എടുക്കുന്നു അല്ലേ. പെട്രോളാന്ന് വിചാരിച്ചോ, അതിലേക്ക് നമ്മൾ വെള്ളം പാരുക വിചാരിച്ചോ. വെള്ളം ഇങ്ങനെ പാരുന്ന സമയത്ത് വെള്ളത്തിന് പെട്രോളിനേക്കാൾ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിക്കുന്ന എല്ലാ വെള്ളവും എന്ത് ചെയ്യും, നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യും, ഡീസലിൻ്റെ നമ്മുടെ പെട്രോളിൻ്റെയോ ഡീസലിൻ്റെയൊക്കെ താഴെ പോയി കിടക്കും. അപ്പൊ ഇതാണയോ പെട്രോളൊക്കെ മുകളിലോട്ട് കയറി വന്ന് തീ വീണ്ടും കത്താണ് ചെയ്യല്ലേ. വെള്ളം സേഫായിട്ട് ഏറ്റവും താഴെ പോയി കിടക്കും. ബിക്കോസ് വെള്ളത്തിന് എന്താണ്, ഡെൻസിറ്റി കൂടുതലാണ്. ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏറ്റവും മുകളിലുള്ളതല്ലേ നമ്മളുടെ ഓയിൽ അല്ലെങ്കിൽ പെട്രോൾ, ഡീസലൊക്കെ നമുക്ക് പറയാം കേട്ടോ. പെട്രോൾ, ഡീസൽ ഒക്കെ അല്ലേ, പെട്രോൾ ഡീസലൊക്കെയാണ്. ഏറ്റവും താഴെയുള്ളത് നമ്മളെ വാട്ടറാണ്. അപ്പോൾ ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആസ് ഡെൻസിറ്റി ഓഫ് പെട്രോൾ ആൻഡ് ഡീസൽ ലെസ് ദാൻ ദാറ്റ് ഓഫ് വാട്ടർ ദേ ഫ്ലോട്ട് അല്ലെ. അവരെന്ത് ചെയ്യും, വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കും. ആൻഡ് കണ്ടിന്യൂ ദെയർ ബേണിങ് അല്ലെ, ആളി കത്തുകയാണ് ചെയ്യാന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോവാണ്. ഒറ്റ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ എഴുതി കൊടുക്കാം. ഓക്കെ മക്കളെ, നമ്മൾ ഉപ്പ് വെള്ളമുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ സാധാ നോർമൽ വാട്ടറുണ്ട്.
ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഉപ്പുവെള്ളം, നമ്മൾ ഉപ്പുവെള്ളത്തിന് സോൾട്ട് വാട്ടറിന്, സോൾട്ട് ബ്രൈൻ സൊല്യൂഷൻ എന്നൊക്കെ പറയും, ഉപ്പുവെള്ളത്തിന് ഡെൻസിറ്റി, സാന്ദ്രത കൂടുതലാണ്. നമ്മുടെ വെള്ളം നോർമൽ വാട്ടറിന് ഉപ്പുവെള്ളത്തേക്കാൾ സാന്ദ്രത കുറവാണ്. ഓക്കെ, അപ്പം ഞാൻ ഒരു ബീക്കറിൽ എടുത്തിട്ട് രണ്ടും മിക്സ് ചെയ്താലേ നമുക്കറിയാം രണ്ടും തട്ടായിട്ട് നിൽക്കും അല്ലേ. ഏത് മേലെ ഏത് താഴെ. അപ്പം ഞാനിവിടെ കൊടുക്കാം. മേലെ ഉള്ള ആളെ ഞാൻ എ എന്ന് വിളിച്ചു, താഴെയുള്ള ആളെ ബി എന്ന് വിളിച്ചു. എ ആര്, ബി ആര്? എ ആണോ ഉപ്പുവെള്ളം, അതോ ബി ആണോ ഉപ്പുവെള്ളം? എ ആണോ നോർമൽ വാട്ടർ, അതോ ബി ആണോ നോർമൽ വാട്ടർ? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ളത്. സോ കമന്റ് ബിലോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്.